കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോൾ കഞ്ഞിപ്പുരയ്ക്ക് തൊട്ടുമുകളിലെ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. തേവലക്കര ബോയ്സ് സ്കൂളിലാണ് സംഭവം. നാട്ടുകാരും BJP പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യമുണ്ടായതിൽ നിന്ന് ഉയരുന്നത്. നേരത്തെ തന്നെ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ അവരാരും ഇത് ഗൗരവമായി എടുത്തില്ല. അതിന്റെ ഫലമായിട്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. BJP ശക്തമായ പ്രതിഷേധവുമായി തന്നെ മുൻപോട്ട് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലുമാണ്. ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്നത്? തീർച്ചയായും BJP പ്രവർത്തകർ ഈ സ്കൂളിന് ഉള്ളിലേക്ക് തന്നെ എത്തിയിരുന്നു. ഈ സ്കൂളിന്റെ ഓഫീസിന് മുന്നിൽ അവർ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഈ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയാണ്. അതേസമയം തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജൂൺ 15-ാം തീയതി KSEB ഈ ഒരു വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അധികൃതർ അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണിപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു പ്രതിഷേധവുമായി തന്നെയാണ് ഇവിടെ BJPയുടെ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുള്ളത്. പോലീസും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഓഫീസിനുള്ളിലേക്ക് ഈ പ്രവർത്തകരെ കടത്തിവിടുന്നില്ല. എന്നാൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുത്തപ്പോഴാണ് ചർച്ചയല്ല ആവശ്യം, കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ള കാര്യം ഇവിടെയുള്ള BJP നേതാക്കളെല്ലാം ആവശ്യപ്പെടുന്നത്. എന്തായിരുന്നു കേട്ടോ? നടപടി എടുക്കണം. നടപടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അധികാരികൾക്കെതിരെ കേസെടുക്കണം. കേസെടുത്ത് ക്രിമിനൽ കേസിൽ ക്രിമിനൽ കേസ് എടുക്കണം. അവർക്കെതിരെ കേസെടുത്തെങ്കിൽ കാര്യം CPM വർഷങ്ങളായിട്ട് CPM ഭരിക്കുന്ന സ്കൂള്, CPMന്റെ അണ്ടറിലുള്ള സ്കൂള്, നിയമനങ്ങളും എല്ലാ അധ്യാപകരും എല്ലാവരും CPMകാര്, അങ്ങനെയുള്ള സ്കൂളിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭമായി BJP മുന്നോട്ട് പോകും. ഇത് കേസെടുത്തില്ല എങ്കിൽ നാളെ മുതൽ ആ കേസിന്റെ സ്വഭാവം അന്വേഷിച്ചിട്ട് ശക്തമായ സമരവുമായി BJP മുന്നോട്ട് പോകുന്നതായിരിക്കും. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിഷേധവുമായി എത്തിയല്ലോ. അപ്പം പോലീസ് ഉള്ളിലേക്ക് കടക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ KSEB ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള മാനേജ്മെന്റിനെ. പക്ഷെ മാനേജ്മെന്റ് അത് ചെയ്തില്ല എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ ഇത് സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പറയുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 എന്ന് പറയുമ്പോഴും ഇതൊക്കെ അന്വേഷിക്കേണ്ട ആരാ? ഇവിടുത്തെ PTAയും KSEBയും സമയാസമയം അന്വേഷിക്കണ്ടേ? ഒരു സ്കൂളിൽ ഇത്രയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ഒരു ലൈഫിന്റെ വീട് കിട്ടിയാൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ അവർ പറയുന്നത് തന്നെയല്ല. ആഴ്ചയോർ ഇവിടെ GP കെട്ട് അനൗൺസ് ചെയ്യുമല്ലോ. ഈ കൊച്ചുങ്ങൾ നമ്മൾ അത് ഇടരുത് വൈദ്യുതി ലാഭിക്കണമെന്ന് പറഞ്ഞു അതിന്റെ പകുതി ഇത് മതിയായിരുന്നു ഇവിടെ സ്കൂളിൽ ഈ സുരക്ഷ ക്രമീകരിക്കാൻ വേണ്ടി. ഈ കുഞ്ഞുങ്ങൾ ഇത്രയും പഠിക്കുന്ന സ്കൂള്, ആ സ്കൂളിന്റെ തൊട്ട് മുകളിൽ കൂടാണ് ഈ ലൈൻ പോകുന്നത്. അതും ഫുൾ തോനെ വോൾട്ടേജ് ഉള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ഈ ചൈൽഡ് ലൈനിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ആ ക്ലാസ് മുറിയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അതായത് ഈ മിഥുൻ എവിടെ നിന്നാണോ ഈ ഷീറ്റിന് മുകളിലേക്ക് കയറിയത് അവിടെ പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ പോലീസും അതോടൊപ്പം ചൈൽഡ് ലൈനിന്റെയും ഉദ്യോഗസ്ഥരും ADMും അടക്കം ഈ ക്ലാസ് മുറിക്ക് ഉള്ളിലേക്ക് എത്തുന്നതാണ്. ഇവിടെ നിന്നും അതായത് ഇവിടെ നിന്നും നോക്കി ആ കുഞ്ഞ് എങ്ങനെയാണ് വൈദ്യുതി ലൈനിൽ തട്ടി പതിക്കുന്നത് എന്നുള്ളത്, ജീവൻ നഷ്ടപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വിദ്യാർത്ഥിക്ക് ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ കവാടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ നിലയിലെ കൈവരിയിൽ നിന്ന് തന്നെ ആ ഷീറ്റിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അധികൃതരാരും അതത്ര ഗൗരവമായി എടുത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വരികയാണെങ്കിൽ ഒരാളുടെ ദേഹത്ത് തട്ടത്തക്കവണ്ണം അത്രയധികം താഴ്ന്നാണ് ആ വൈദ്യുതി ലൈൻ കമ്പി പോയിരുന്നത് എന്നുള്ളതാണ്. അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ്. ആ കുഞ്ഞ് ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി അവൻ ക്ലാസ് റൂമിൻ്റെ ആ മുകളിലത്തെ നിലയിൽ നിന്ന് കൈവരി കടന്ന് ആ ഷീറ്റിന് മുകളിലേക്ക് ഇറങ്ങുന്നു. പൊടുന്നനെ തന്നെ ഏകദേശം കുറച്ച് ഭാഗത്തേക്ക് നടന്ന് വരുമ്പോൾ തന്നെ ഒരു 10 അടി ഉള്ളിൽ തന്നെയാണ്, അത്രയും ചുവടുകൾ മാത്രമേ ആ കുഞ്ഞ് വയ്ക്കുന്നുള്ളൂ. പക്ഷേ അപ്പോഴേക്കും ആ ലൈൻ കമ്പിയിൽ തട്ടുന്നു. തെന്നി വീഴാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചതാണ് എന്നും സഹപാഠികൾ പറയുന്നുണ്ട്. പക്ഷേ
എന്തായാലും പെട്ടെന്ന് തന്നെ ആ കൈകൾ അതിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായി ആ ഷീറ്റിന് മുകളിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് CCTV-യിൽ നിന്ന്. അങ്ങേറ്റം ദുഃഖകരമായ ഒരു കാര്യമാണ്. ആ നിമിഷം തന്നെ ആ കുഞ്ഞ് അവിടേക്ക് പതിക്കുന്ന ഒരു കാഴ്ച അങ്ങേറ്റം ദാരുണമായ സംഭവം. അതോടൊപ്പം തന്നെ ഗുരുതരമായ അനാസ്ഥയുടെ ഒരിര എന്നും പറയേണ്ടിയിരിക്കുന്നു. മനോജ്, കേൾക്കാമെങ്കിൽ തുടരാം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. അതേസമയം തന്നെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അധികൃതരും ഇവിടെ എത്തി ഈ ഒരു പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതേസമയം തന്നെ ആ ഗേറ്റും അധികൃതരും ഇവിടെ എത്തി ഈ ഒരു പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിനെ കുറിച്ച്. എന്തായാലും അതേസമയം തന്നെ ആ ഗേറ്റിന് പിൻവശത്തായി നിരവധി നാട്ടുകാരും സംഘടിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ ജില്ലാ പ്രസിഡന്റ് അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡും അന്വേഷിക്കുക. അതിന് 2 ഉയർന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു സ്ഥലം പിറകിലേക്ക് പോകാനില്ല എന്നുള്ളതാണ്. വളരെ ദുർബലരായ ആളുകൾ അതിന്റെ പുറകെ താമസിക്കുന്നത്. ഇത് ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് ആയിരുന്ന കാലത്ത് ഒരു 40 വർഷം മുമ്പ് അവർ മാനേജ്മെന്റുമായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അത് പരിഹരിച്ചിട്ടാണ് ഈ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. ലൈൻ ഇട്ടതിന് ശേഷമാണ് ഇതൊരു 8-10 വർഷത്തിന് മുമ്പാണ് ഈ സൈക്കിൾ ഷെഡ് ഇതിന്റെ താഴെ വരുന്നത്. ഈ കെട്ടിടം 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. സ്കൂളിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. കെട്ടിടത്തിന്റെ സൈഡ് ഹാഫ് ഭിത്തിയും പകുതി ഓപ്പണുമാണ്, സെമി ഓപ്പണാണ്. ആ ഓപ്പണായ സ്ഥലത്തുകൂടി കുട്ടി സൈക്കിൾ ഷെഡിന്റെ മുകളിൽ കയറിയിട്ട് ചെരുപ്പെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ സ്കിഡ് ചെയ്യുന്നു. ആ വിഷ്വലുണ്ട്. അപ്പൊ കുട്ടി പെട്ടെന്ന് കയറി അറിയാതെ ലൈനിൽ പിടിക്കുന്നു. ഇതാണ്. ഞാൻ ഈ സമയത്ത് KSEBയോ ആരെങ്കിലും ഒരു പ്രതിയാക്കി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊരു ആക്സിഡന്റ് ആണ് ഇപ്പോൾ. പക്ഷേ ഇത് നമ്മൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഉള്ള ദൗർബല്യം എന്താണെന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടതാണ്. അല്ല, ഇതിപ്പോ നമ്മൾ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും തോന്നാതെ. പക്ഷേ ഇതിന്റെ സാഹചര്യം ഞാൻ വിശദീകരിച്ചതുപോലെ ഈ ലൈൻ ഇവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് കൊടുക്കാൻ വേറൊരു സോഴ്സ് ഇല്ല. ഒരു 10-60 വീട്ടുകാരുടെ ഇലക്ട്രിക് കണക്ഷൻ നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സാഹചര്യം അതിനകത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് KSEB ജൂൺ 15-ാം തീയതി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് എനിക്ക് അതിന്റെ അത്രയും ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഇത് സ്കൂളിൽ നിന്ന് ഇക്കാര്യത്തിൽ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉള്ളതാണ്, അതറിയാം. ഫിറ്റ്നസ് ഇല്ലാതെ ഇവിടെ സ്കൂൾ വർക്കിംഗ് ഷെഡ് നിർമ്മിച്ചത് എന്തെങ്കിലും അനുമതി എടുത്തിട്ടുണ്ട്? ഈ ഷെഡിന് യഥാർത്ഥത്തിൽ അനുമതി വേണ്ട. ഇത്തരം ഇത് സെമി പെർമനന്റും അല്ല, ടെമ്പററി ഷെഡാണ്. സൈക്കിൾ ഷെഡിന് വേണ്ടി എല്ലാ സ്കൂളിലും പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് പ്രത്യേകിച്ച് പെർമിഷന്റെ ആവശ്യം വരത്തില്ല. ഒരുപക്ഷെ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അപകടം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഈ ഷെഡിന്റെ മുകളിൽ ഒരു ക്രയവിക്രയത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമല്ല ഇത്. ഈ താഴെയുള്ള ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കുട്ടികൾ കളിച്ചിട്ട് ചെരുപ്പെടുത്തിറങ്ങി എടുത്തതിന്റെ മുകളിൽ എറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ കുട്ടി ഒരു 8ാം ക്ലാസ് കുട്ടിയാണ്. അതിന്റെ കോൺസിക്വൻസ് എന്തെങ്കിലും ഈ കുട്ടിക്ക് തോന്നുമെങ്കിൽ ഇതിന്റെ മോളിൽ കയറത്തില്ല. മോളിൽ കയറിയാൽ തന്നെ അയാൾ ലൈൻ കിടക്കുന്നത് കൊണ്ട് ആരും അങ്ങോട്ട് എടുക്കത്തില്ല. അപ്പോൾ ഇത് ചെരുപ്പെടുക്കാൻ അയാളുടെ മനസ്സിൽ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെരുപ്പ് എടുക്കുമ്പോൾ ഈ കുട്ടി തെന്നി പോവുകയാണ്. അപ്പോൾ ഓർക്കാതെ, അത് നമുക്ക് പോലും വേണേ പറ്റും, ഓർക്കാതെ കയറി മേളത്തെ ലൈനിൽ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടക്കണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതോടൊപ്പം തന്നെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്തുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ, അതായത് നാട്ടുകാരടക്കം പ്രതികരിച്ചത് ഈ അനാസ്ഥ ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മളോട് പ്രതികരിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് യാതൊരു ക്രയവിക്രയവും നടക്കുന്ന ഇടമല്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം വിട്ടുപോയി. ആ ഷീറ്റ് എന്ന് പറയുന്നത് ആ പ്രധാന സ്കൂൾ കെട്ടിടത്തിന്റെ കൈവരിയോട് ചേർന്നാണ്. കുട്ടികൾക്ക് ആ കൈവരിയുടെ മുകളിൽ കയറി ആ ഷീറ്റിലേക്ക് ഇറങ്ങാം. അത്തരം ചില സാധ്യതകൾ, കുട്ടികൾ എന്തും ചെയ്യും എന്നുള്ള ചില കാര്യങ്ങൾ കൂടി സ്കൂൾ അധികൃതരും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ മനസ്സിലാക്കേണ്ടിയിരുന്നു. അല്ലാതെ ഇവിടെ ആരും കയറുകയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ വൈദ്യുതി ലൈൻ കമ്പി വലിക്കുന്നത്. മനോജിലേക്ക് എത്താം. നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങളെന്ന് പറയുന്നത് ആ കുട്ടി ഷീറ്റിന് മുകളിൽ കൂടി നടക്കുന്നതാണ്.
കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഷീറ്റിന് മുകളിലേക്ക് പതിച്ച ചെരുപ്പ് എടുക്കുന്നതിനായി ആ കുഞ്ഞ് ആ ഷീറ്റിന് മുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു. കെട്ടിടത്തിൻ്റെ കൈവരിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇറങ്ങുന്നത്. സ്കൂൾ ക്ലാസ് റൂമുകളിലെ ഒരു ഭാഗം അത്തരത്തിൽ ഒരു കൈവരിയാണ്. നമ്മൾ നേരത്തെ തന്നെ അകത്ത ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. ചെറിയ പലകകൾ മാത്രമേ അവിടെ വച്ചിട്ടുള്ളൂ. ആ കൈവരിയിൽ കൂടി ഈ ഷീറ്റിലേക്ക് ഇറങ്ങാവുന്നതാണ്. സ്വാഭാവികമായും ചെറിയ കുട്ടികളാണ്. അവർക്ക് കടന്നുപോകുന്ന വൈദ്യുതി കമ്പികളോ അല്ലെങ്കിൽ അവയിൽ പിടിച്ചാൽ ഷോക്ക് ഏൽക്കുമെന്നോ ഉള്ളത് ധാരണകളൊന്നും വലിയവരെ പോലെ മുതിർന്നവരെ പോലെ ഉണ്ടാകണമെന്നില്ല. അവർ സ്വാഭാവികമായും തങ്ങളുടെ ചെരുപ്പ് എടുക്കുന്നതിനായി അവിടേക്ക് കയറുമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിഷ്കളങ്കമായ ഒരു പ്രവൃത്തി മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ടോ ദൗർഭാഗ്യവശാൽ ആ കുഞ്ഞ് അവിടേക്ക് കയറുകയും കാല് വഴുതുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് സ്വാഭാവികമായ ഒരു പ്രതികരണം എന്നോണം കയറി പിടിക്കാൻ ശ്രമിച്ചത് ഈ വൈദ്യുതി ലൈൻ കമ്പിയിലായിരുന്നു. തൽക്ഷണം തന്നെ കുഞ്ഞ് മരിച്ചു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ താൽക്കാലിക ഷെഡ് കെട്ടാൻ KSEBയുടെ അനുമതി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലൊരു ഷെഡ് നിർമ്മിക്കുമ്പോൾ അതിന് തൊട്ടു മുകളിലൂടെ ആ വൈദ്യുതി ലൈൻ കമ്പി പോകുന്നുണ്ട് എന്നുള്ളത് അധികൃതർ മനസ്സിലാക്കണമായിരുന്നു. ആ ഷീറ്റിലേക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ തക്ക വിധം മാത്രമാണ് ആ കൈവരിയുടെ വലിപ്പമെന്നും മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോഴാണ് ഈ നിസ്സംഗഭാവവും അലംഭാവവും ഒക്കെ തുടർന്നും ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. മനോജ് തുടരാം. മനോജ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? അത്തരത്തിലൊരു നിസ്സംഗ ഭാവത്തിലുള്ള പ്രതികരണങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്നത്. കാരണം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് നിസ്സംഗമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് എന്താണോ സംഭവിച്ചത് എന്നതിനെപ്പറ്റി കൃത്യമായും അന്വേഷിച്ചുകൊണ്ട് കൃത്യമായും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിലും പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ അധികൃതരെ സംരക്ഷിക്കുന്ന തരത്തിൽ ചിലരൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ പോലീസ് ഉൾപ്പെടെ ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട്. മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന നിലപാട് അധികൃതർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരടക്കം ആരോപിക്കുന്നത്. എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജൂൺ 15-ാം തീയതിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അതിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ, അതായത് ഈ ഷെഡ് വച്ചിരിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അത് മനസ്സിലാവുന്നതാണ്. കാരണം ആ വൈദ്യുതി ലൈൻ അങ്ങനെ താഴ്ന്നു കിടക്കുമ്പോൾ അതിന് തൊട്ട് ചേർന്നുകൊണ്ട് ഈ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച അധികാരികൾ ഉൾപ്പെടെ പറയുന്നത് കുട്ടികൾ ഒരിക്കലും അങ്ങോട്ട് കയറാൻ സാഹചര്യമില്ലല്ലോ എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല. ക്ലാസ് റൂമിനകത്തും കുട്ടികൾക്ക് ക്ലാസ് റൂമിനകത്ത് നിന്നും സുഗമമായി തന്നെ ഈ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് കയറാൻ പറ്റിയ ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് കുട്ടിയുടെ ചെരുപ്പ് വീണപ്പോൾ കുട്ടി ഈ ക്ലാസ്സിനുള്ളിൽ നിന്നും അതുവഴി കയറിയത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. കാരണം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്താൻ ഇവിടെയുള്ള അധികാരികൾക്കോ തന്നെയാണ് അത് ഒരു ഈ സ്കൂൾ കെട്ടിടത്തിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്, സ്കൂൾ കെട്ടിടത്തിന് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മളോട് പ്രതികരിച്ചവരെല്ലാം, അതായത് ഇതിൽ ഭൂരിഭാഗം പേരും, ഈ പ്രദേശത്തുള്ള ഭൂരിഭാഗം പേരും ഈ സ്കൂളിൽ പഠിച്ചവരാണ്. അത്തരത്തിലാണ് ആ ഒരു കുഞ്ഞ് ഇവിടെ പഠിച്ചുകൊണ്ട്, അതായത് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൽ വീട്ടുകാർക്കൊക്കെ വലിയ വിഷമമാണ്. കാരണം ഒരു പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായുള്ള ഒരു വിശദീകരണം നൽകാൻ ഇവിടെയുള്ള അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ആരുടെ ഭാഗത്താണോ പിഴവ് സംഭവിച്ചിട്ടുള്ളത് അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഏത് തരത്തിലുള്ള അനാസ്ഥയാണോ നടത്തിയിട്ടുള്ളത് അതിനൊരു വിശദീകരണം നൽകാൻ തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ KSEBയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം, KSEB 15-ാം തീയതി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് അതിൽ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയുടെയും സുരക്ഷയാണ് മാനേജ്മെന്റ് മുന്നിൽ കാണേണ്ടത്. നേരത്തെ പറഞ്ഞിരുന്നു, CPM നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ്. ഈ CPMന്റെ നേതാക്കളുടെ ബന്ധുക്കൾക്കടക്കം ഇവിടേക്ക് ജോലിക്ക് വേണ്ടി എത്തുന്നുണ്ട്. അത് തന്നെയാണ് നാട്ടുകാരടക്കം ഇവിടെ പറഞ്ഞത്.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കി വിദ്യാർത്ഥികളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല, വിദ്യാർത്ഥികളുടെ സുരക്ഷ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഈ സ്കൂളിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം ഓരോ ഘട്ടത്തിലും അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഗേറ്റിന് മുന്നിലൊക്കെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്ക് മറ്റ് BJP പ്രവർത്തകരെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ ഒന്നും തന്നെ പോലീസ് ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത്. എന്തായാലും ഈ നടപടിയെടുക്കാതെ ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും അറിയിച്ചിട്ടുള്ളത്. അവരൊക്കെ തന്നെ നമ്മളോട് ഒപ്പമുണ്ട്. എന്തായാലും ഒരു നടപടി എടുക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു അതായത് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അതിൽ നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. ഈ സംഭവത്തിന് ശേഷം കൃത്യമായിട്ട് രാഷ്ട്രീയ നീക്കങ്ങളും ആ രാഷ്ട്രീയ നീക്കങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അതിൽ നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. ഈ സംഭവത്തിന് ശേഷം കൃത്യമായിട്ട് രാഷ്ട്രീയ നീക്കങ്ങളും ആ രാഷ്ട്രീയ നീക്കങ്ങളാണ് മാനേജ്മെന്റിന്റെ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന സംവിധാനമാണ് നിലവിൽ ഉള്ളത്. ഒരു കുട്ടി രാവിലെ പാഠപുസ്തകം എടുത്തുകൊണ്ട് പഠിക്കാനിറങ്ങുമ്പോൾ അത് നല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത്. ആ കുട്ടി ഇന്ന് മടങ്ങി വീട്ടിലെത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനഹൃദയങ്ങളെ നിലവിൽ വളരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട്, അച്ഛനെയും അമ്മയെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു പായിൽ പൊതിഞ്ഞ് ഭൗതിക ശരീരമായിട്ടാണ് നിലവിൽ ഇന്ന് ആ ബോഡി അവിടെ എത്തുന്നത്. ഇതൊരു കാരണവശാലും കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കത്തില്ല. കാലവർഷമാണ്. ആ കാലവർഷത്തിന്റെ ഭാഗമായിട്ട് സ്കൂളായാലും ആരോഗ്യ മേഖലയായാലും അവിടെ എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം. ഇവിടെ കൂടുതൽ പ്രവർത്തകർ BJP പ്രവർത്തകരടക്കം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ജനങ്ങളൊക്കെ തന്നെ ഈ ഗേറ്റിന് പുറത്താണ് അവരൊക്കെ നിൽക്കുന്നത്. കാരണം അവരെ ആരെയും ഗേറ്റിനുള്ളിലേക്ക് കടത്തിവിടുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വിദ്യാർത്ഥി പരിഷത്തിന്റെ ABVP-യുടെ പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ മാനേജ്മെന്റിനെ സംരക്ഷിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരെ തങ്ങൾ ശക്തമായി തന്നെ നിലയുറപ്പിക്കുമെന്നുള്ളത്.